നമ്മൾ മുഖം കഴുകി വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? 2 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിഡ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് ആകെപ്പാടെ ഒരു മൂടി കെട്ടിയൊരു അവസ്ഥയാണല്ലേ. വീഡിയോ അത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ഫേസ് പാക്ക് തന്നെയാണ്. ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പാൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് തന്നെ നല്ലൊരു ചേഞ്ച് അവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാൽ വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസിങ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത് മുഖം വൃത്തിയിൽ കഴുകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാൽ ഈ കോട്ടണിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ എത്ര മുഖം കഴുകിയെന്ന് പറഞ്ഞാലും നമ്മുടെ മുഖത്ത് അഴുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാൽ വെച്ചിട്ട് അതൊന്ന് ക്ലെൻസിങ് കൊടുക്കുക. പാല് നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഈ പാല് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് പാല് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പാലിൻ്റെ ഒപ്പം നമ്മൾ അടിപൊളി ഒരു പാക്കും കൂടിയാണ്. സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വേറെ ഒന്നും അതിൽ ചേർക്കേണ്ട കാര്യമില്ല. കളറ് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇത് കുറേ നേരം ഇട്ടിരിക്കണ്ട. ഇത് ക്ലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒന്ന് തുടച്ചെടുക്കണ പരിപാടിയാണ് കേട്ടോ. അതായത് നമ്മൾ മുഖത്തത്തെ നമ്മുടെ കംപ്ലീറ്റ് അഴുക്കിനെ എടുക്കണ ഒരു പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴേക്ക് തന്നെ പാകപ്പാടൊരു മൂടി കെട്ടിയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇട്ടാൽ തീരെ കാണില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തുടച്ച് അതിൻ്റെ ഒരു കളറ് കണ്ടു. നല്ല വൃത്തിയിൽ എല്ലാ ഭാഗവും തുടച്ചെടുക്കണം കേട്ടോ. ഇത് കഴുത്തിലേക്കും കൂടെയും ഇടാം. എനിക്ക് ഈ കോളർ വെച്ചതായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മുഖം കഴുകി വന്നിട്ടുള്ള അവസ്ഥയാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര മുഖം കഴുകി പറഞ്ഞാലും ഇതേപോലെ പാലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം തന്നെ നമ്മുടെ മുഖം ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവാണ്. ഈ പാക്ക് നമ്മൾ ഇടുന്നേക്കാളും മുൻപ് ഒരു അരമണിക്കൂർ മുൻപ് നമ്മൾ ഈ പാക്കിനെ സെറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാനിത് വീഡിയോ എടുക്കണേക്കാളും മുൻപ് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളല്ലെങ്കിൽ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇതേപോലെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളിങ്ങനെ ഒരു ക്രീം പരുവത്തിൽ, ഇത് ഇത്തിരി ലൂസ് പോലെയുണ്ട്, അത് കുഴപ്പമുള്ള കാര്യമില്ല. നമുക്ക് ആദ്യം ഒന്ന് ഇട്ടിട്ട് പിന്നെ രണ്ടാമതൊരു പ്രാവശ്യം കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചത്, തരിയോട് കൂടിയിട്ടല്ല പഞ്ചസാര പൊടിച്ചത്, പിന്നെ നമുക്ക് നമ്മുടെ ഈ പാല്, പച്ചപ്പാൽ, പിന്നെ 2 തുള്ളി ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് അധികമാകാൻ പാടില്ല. അപ്പോൾ 2 തുള്ളി ചെറുനാരങ്ങ നീര് മാത്രം ആക്കിയിട്ട് ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാക്ക് ഇടാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ മുഖത്ത് ഈ പാൽ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മുഖത്ത് അഴുക്ക് വരും. അപ്പോൾ നമ്മൾക്ക് ഇത് ക്ലൻസിങ് ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പാക്ക് ഇടണം. ഇനിയിപ്പോൾ ഇത് വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടി ഇട്ടാൽ മതി. അരിപ്പൊടി നല്ലൊരു വൈറ്റനിങ് ഏജൻറ്റാണ്. അപ്പോൾ അത് കൂടുതലായതുകൊണ്ട് ഒരു ദോഷമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു നമുക്കൊരു റിസൾട്ടിലേക്ക് കിട്ടുള്ളൂ. ഒരു ബ്ലീച്ച് ചെയ്തതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് കിട്ടും. അതായത് 2 തുള്ളി നാരങ്ങ നീര് നമ്മളിതിൽ തേച്ചിട്ടുണ്ടല്ലോ, പിന്നെ പഞ്ചസാര പൊടിച്ചതൊക്കെ ആകുമ്പോൾ ഒരു സ്ക്രബിങ്ങും, അരിപ്പൊടിയൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ,
പുട്ടുപൊടിയല്ല കേട്ടോ പറയണത്, സാധാ നൈസ് അരിപ്പൊടിയാണ്. പുട്ടുപൊടി കൊണ്ട് ചെയ്യുന്നത് നമ്മൾ സ്ക്രബിങ്ങിൻ്റെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൺവെൻഷൻ ചെയ്ത് ഇപ്പോൾ കൺവെൻഷനൊക്കെ പരന്നുണ്ട്, കാട്ടാളത്തി പോലെ ഉണ്ട് ഇപ്പോൾ. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഷോർട്ട് വീഡിയോ 2 പോസ്റ്റ് നേരം പോലെ കേട്ടോ. ജസ്റ്റ് ആദ്യം ഒന്ന് നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വലിയുമ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. ഇത് കയ്യുമ്മലിക്കും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രൈനെസ്സൊക്കെ പോകാനൊക്കെ ആയിട്ടും നല്ല സോഫ്റ്റൊക്കെ ആവാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ പറഞ്ഞ മറ്റേ ക്രീമില്ലേ, അതെല്ലാവരും ഉണ്ടാക്കി തേക്കാൻ നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു വൈറ്റനിങ് ക്രീമാണ്, നല്ല റിസൾട്ടാണ്. നമ്മളിപ്പോൾ മസാജ് ചെയ്തിപ്പോൾ മുഖം ഒട്ടിയ പോലെ ആയി തുടങ്ങിയാവോ, കവളൊക്കെ വല്ലാതെ കുറഞ്ഞു പോയില്ലേ. പിന്നെ ഇത്തിരി ശരീരത്തിന് ഇത്തിരി ക്ഷീണമായിട്ടുണ്ട് കേട്ടോ, അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താ പറ്റി. ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിവിടെ ഡെയിലി മസാജ് ചെയ്യണതുകൊണ്ട് നമ്മുടെ മുഖം അങ്ങനെ ഈ തുടാതിങ്ങനെ ഇരിക്കാത്തതുകൊണ്ട്. അപ്പം നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്, നമുക്കിങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒട്ടിയ പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യണത്. പിന്നെ പ്രായമായി തുടങ്ങിയില്ലേ, അതിൻ്റെ ഉണ്ടാവും. പെട്ടെന്ന് വെളുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ്. നിങ്ങൾക്കിത് കഴിയുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ തന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള പാക്കുകളൊക്കെ ഉണ്ടോ എന്നാണ് പിന്നെ ചിന്തിക്കുക. നമ്മളിവിടെ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ നാളേക്ക് എന്ത് എന്നുള്ള ഒരു ചിന്തയുണ്ടാവും ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഈ പാക്കുകൾ ഹെയർ പാക്കൊക്കെ ആണല്ലോ. അപ്പോൾ വെറൈറ്റി കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോഴേ നിങ്ങൾക്ക് നാളെ എന്ത് നല്ല പാക്കാണ് അങ്ങോട്ട് തരാമെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് യാതൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടറിഞ്ഞ കുറച്ച് പാക്കുകൾ കാര്യങ്ങളല്ലേ ഉള്ളതും. പിന്നീടാണ് നമ്മൾ ഓരോന്നോരോന്നൊക്കെ അതിലേക്ക് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. എല്ലാതും അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക, ഇതുവരെയ്ക്ക് ദൈവം നല്ല രീതിക്ക് തന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് നാച്ചുറൽ പാക്കുകളാണ്. ഞാനിവിടെ ഒത്തിരി കാലങ്ങളായിട്ട് പാക്കുകൾ ഇട്ടിട്ട്, ഒരു പാക്ക് ഇട്ടിട്ടും നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം വന്നിട്ടില്ല എന്നുള്ളത് എന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഒക്കെ ഒന്ന് ഇടാണ്ട് പോയിട്ടുള്ളത്, എന്നാലും പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നാച്ചുറൽ പാക്ക് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ദോഷം സ്കിന്നിന് ഇതുവരെ വന്നിട്ടില്ല, അതിനി വരില്ല. അതുകൊണ്ടാണ് കൂടുതൽ നിങ്ങൾ നേച്ചർ പാക്ക് തന്നെ ഇടാനായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ക്രീമുകൾ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യില്ല. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കായാലും എത്രയോ പൈസ ചിലവാക്കണം. അപ്പോൾ ക്രീം മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് ദോഷമാണെന്ന് അറിഞ്ഞ കാലം മുതൽ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ നാച്ചുറൽ പാക്കിലേക്ക് അങ്ങോട്ട് കടന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എത്ര പ്രായം അങ്ങോട്ട് ചെന്നാലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ സ്കിന്ന് നാശമായി പോലും, അല്ലെങ്കിൽ ചുളിഞ്ഞ് ഇങ്ങോട്ട് വീണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും അല്ലേ. നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ഫേസിൽ പ്രായം തോന്നിക്കും. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള, അപ്പോൾ മുഖം ഒന്ന് ഒട്ടലായിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇത് ഒരു വലിച്ചിൽ വരും. നമുക്ക് അരിപ്പൊടി ആയതുകൊണ്ട് വലിച്ചിൽ വരും. ഈ പാക്കറ്റ് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കടലമാവൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വലിച്ചിൽ വരുന്ന സമയത്ത് പതുക്കെ വെള്ളം തെളിച്ച് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നൊന്ന് ഇതിൻ്റെ റിസൾട്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സിമ്പിൾ വീഡിയോ ആണ്. നമുക്കിത് കഴുകിയിട്ട് ബാക്കി റിസൾട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നിട്ടോ, കണ്ടോ നല്ല കിഡ് റിസൾട്ട് തന്നെയാണ്. ഞാൻ തുടച്ചിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ തുടച്ചിട്ട് വേറെ ക്രീം തേച്ചു അങ്ങനത്തെ ഒന്നും തോന്നാണ് കണ്ടോ. ഞാനല്ലാതെ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് തന്നെയാണ് നിന്ന് കാണിക്കാറ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സ്കിന്നുള്ളവർ ഈ ഒരു പാക്ക് ഇടണ്ട കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ ആ ഒരു
സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അവർക്ക് വീണ്ടും ഓയിലി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഈ പാക്ക് നാച്ചുറൽ പാക്കാണ്. നല്ല ഇത് സ്ഥിരം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ലാത്തൊരു പാക്കാണ്. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ആ ചെറുനാരങ്ങ നീര് 2 ദിവസം മാത്രമേ ആക്കണ്ടൂ. അല്ലാതെ ബാക്കിയുള്ള പാക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പാലും നമ്മുടെ അരിപ്പൊടി മാത്രമായാലും നല്ലത് തന്നെയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.